പ്രഷർ കൂടിയിട്ടേ ഒരു ലേശം ഒരു സുഖം ഇല്ലായ്മയായിരുന്നു. ഒരു പാട്ട് ഞാനും കൂടെ പാടി സപ്പോർട്ട് ചെയ്യാം. പാടി പാടി ഓരോരുത്തർ സഹായിച്ചിട്ട് മേടിച്ചാൽ രാജാതിരാജന്റെ പൊന്തിരുമേനി ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ഞാനിങ്ങനെ നാട്ടിൽ നിൽക്കുമ്പം ഇവിടെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു. ഇങ്ങനെ ഈ റോഡിൽ പാടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ ഒരു 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. ശരിക്കും ഇങ്ങനെ എന്താ മുമ്പ് പാടുമായിരുന്നോ? മുമ്പ് അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കല്യാണ വീട്ടിലൊക്കെ പാടുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ധൈര്യമില്ലായിരുന്നു ഇങ്ങനെ വന്ന് പാട്ട് പാടാനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ടൊരു വിഷമമായിരുന്നു. അത് എങ്ങനെയാ പറയേണ്ടതെന്ന് ഒരു പിടിപാടില്ല. പിന്നെ നമ്മുടെ സത്യം ഉള്ള എവിടെയാണെങ്കിലും സത്യം പറയുള്ളൂ. സത്യം പറയുള്ളൂ. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു വാക്ക് പോലും കള്ളം പറയാ. പേരെന്താണ്? എൻ്റെ പേര് പരീത് കുഞ്ഞ്. പരീത്. അതെ. വീട് എവിടെയാണ്? വീട് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിൽ നിന്ന് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോകും. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോകും. ഇപ്പൊ ഞാൻ എങ്ങും പാടിയില്ല. ഞാൻ എനിക്ക് ഒരു ലേശം ഒരു പ്രഷർ കൂടിയിട്ടേ ഒരു ലേശം ഒരു സുഖം ഇല്ലായ്മയായിരുന്നു. അപ്പൊ അത് കാരണം ഞാനിങ്ങനെ ഇവിടെ വന്നിങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ കുറെ നേരം ഇവിടെ നിന്ന്. അപ്പൊ വെയിലുമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു ഗുളിയും കൂടെ കഴിച്ച് ഇപ്പൊ 2 ആയി 50-ന്റെ പ്രഷറിന്റെ ഗുളിക. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. ഒരെണ്ണത്തിനെ കെട്ടിച്ചു. ഇനി ഒരെണ്ണത്തിനെ കെട്ടിക്കാനുണ്ട്. പിന്നെ പെണ്ണുപിള്ള ഒരു സുഖമില്ലാത്ത ആളാണ്. മാനസികമായിട്ടൊരു സുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഈയിടെ ഈ മഞ്ഞൊക്കെ വെയിലൊക്കെ ആയപ്പോൾ ഇച്ചിരി അരിശവും പോലുള്ളതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആണല്ലേ? അപ്പം എപ്പോഴും പുറത്തായിരിക്കും അല്ലേ? അല്ല, ഞാനാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എല്ലാ ദിവസവും ഇല്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരാഴ്ച ഒരു 3 ദിവസമൊക്കെ 4 ദിവസമൊക്കെ പോകും. ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ സ്വന്തമാണോ? ഇത് മേടിച്ച ഇങ്ങനെ പാടി ഓരോരുത്തർ സഹായിച്ചു.